നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹീറ്റ്, ഇൻറ്റേർണൽ എനർജി, വർക്ക് 3 പദങ്ങൾ പരിചയപ്പെട്ടിരുന്നു. ആ 3 പദങ്ങളും കോർത്തിണക്കി ഒരു ഇക്വേഷൻ ആക്കിയിരിക്കുകയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ് പറയുന്നത്? എമൗണ്ട് ഓഫ് ഹീറ്റ്, എന്താണ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ അളവ്, ആ കൊടുക്കുന്ന ഹീറ്റ് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ വെസൽ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ വിശദമായിട്ട് അത് കണ്ടിരുന്നു കഴിഞ്ഞ ടോപ്പിക്കിൽ. അപ്പോൾ ഒരു സിസ്റ്റം, ഒരു കണ്ടെയ്നറിനകത്തൊരു ഗ്യാസ് ഉള്ളതിനെ നമ്മൾ സിസ്റ്റം എന്ന് പേരിട്ട് വിളിക്കും. ഈസ് ഈക്വൽ ടു എന്തിനൊക്കെ ഉപയോഗിക്കും? അത് ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി. നമ്മളത് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുന്നതിന് മറ്റൊരു പേരാണ് ഇൻറ്റേർണൽ എനർജി കൂടുക എന്ന് പറയുന്നത്. അവരുടെ ചലനം കൂടുന്നു, വേഗത കൂടുന്നു, അവർക്ക് ഓടി നടക്കാനുള്ള എനർജി കൂടുന്നു. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ആൻഡ് ആൻ എക്സ്റ്റേർണൽ വർക്ക്. ആ പിസ്റ്റൺ പുറത്തോട്ട് പോയതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു അല്ലേ? അപ്പോൾ നമുക്കത് വീണ്ടും കാണാം, കുഴപ്പമില്ല. അപ്പോൾ 3 പദങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെയായിരുന്നു? ഹീറ്റാണ് ഒരു വാക്ക്, മറ്റൊരു വാക്ക് ഇൻറ്റേർണൽ എനർജി ആയിരുന്നു, മറ്റൊന്ന് എക്സ്റ്റേർണൽ വർക്കായിരുന്നു. ഈ 3 ടേമും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ വീഡിയോ ഒന്നും കൂടെ കണ്ടതിന് ശേഷം ഇത് കാണുക. നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ രൂപം. നമ്മൾ എഴുതിയ 3 പദങ്ങളെ നമ്മളൊരു ഇക്വേഷനാക്കി എഴുതിയിരിക്കുകയാണ്. ഇത് ഡെൽറ്റ ക്യൂ, ചേഞ്ച്. ഡെൽറ്റ എന്ന് പറയുന്നത് സ്മോൾ ചേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഹീറ്റ്. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്. അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഇൻറ്റേർണൽ എനർജിയാണ്. യു എന്നുള്ളത് നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്നുള്ളതാണ്. അതേപോലെ ഡബ്ല്യു എന്നുള്ളത് നമ്മൾ വർക്ക് എനർജി പവർ എന്നുള്ള ലെസനൊക്കെ പഠിച്ചതാണ്. ഡബ്ല്യു വർക്കിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്മോൾ ചേഞ്ച് ഇൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് സ്മോൾ ചേഞ്ച് ഇൻ വർക്ക്. അപ്പോൾ ഹീറ്റിന് വരുന്ന വ്യതിയാനം എന്തൊക്കെയായിട്ട് മാറ്റപ്പെടുകയാണ്? ഇൻറ്റേർണൽ എനർജിയും വർക്കുമായിട്ട് മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ എന്ന് പറയുക. ഫസ്റ്റ് ലോ, സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ വേറൊരു വീഡിയോയിൽ പഠിച്ചിരുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? ഹീറ്റ്, ഇൻറ്റേർണൽ എനർജി ആൻഡ് വർക്ക് ഡണ്ണിന് തുല്യമാണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഹീറ്റ് ഗിവൺ. ഇതാ എഴുതിയിരിക്കുന്ന ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡെൽറ്റ ക്യൂ ഈസ് ദ ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം. ഡെൽറ്റ യു ഈസ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് എടുത്തു, നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നു. അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഇനി പക്ഷേ നമുക്കറിയാം ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പി ഡെൽറ്റ വി കെമിസ്ട്രിയിൽ ഒരുപക്ഷെ കേട്ട് കാണും. വർക്ക് എന്ന് പറയുന്നത് വോളിയവുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു പദമാണ്. പി പ്രഷറാണ്, ഡെൽറ്റ വി വോളിയമാണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് അറിയാം. ആൻഡ് പ്രഷർ ഇസ് ഫോഴ്സ് ഇൻറ്റു ഏരിയ എന്ന് പറയാം. അപ്പോൾ ഏരിയയും ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ ഗുണിക്കുമ്പം അത് വോളിയമായിട്ട് മാറും. കാരണം വോളിയം ഇസ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം. പ്രഷർ ഫോഴ്സ് ഇൻറ്റു ഏരിയ, ആ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് വർക്ക് എന്ന് പറയുന്നത്. FdXനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുക. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റും പ്രഷറിൻ്റെ ഫോഴ്സ് ഇൻറ്റു ഏരിയയും കൂടെ ചേർന്ന് കഴിയുമ്പം പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വരും. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റിനെ നമ്മൾ വോളിയം എന്ന് പറയും. അങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ ഡബ്ല്യു പി ഡെൽറ്റ വി എന്ന് വരും. നമ്മളുടനീളം ഇനി തെർമോഡൈനാമിക്സിൽ മുഴുവനും നമ്മൾ പറയുന്നൊരു വാക്കായിരിക്കും ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഓർത്ത് വെക്കണം. ഇക്വേഷൻ വർക്കിനെ നമ്മളിവിടെ ഉപയോഗിക്കുക എഫ് ഇൻറ്റു ഡി എക്സ് എന്നല്ല, പകരം പി ഇൻറ്റു ഡെൽറ്റ വി. കാരണം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു റിജിഡ് ബോഡി വേണം. നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസോ ഫ്ലൂയിഡോ ആണ്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് സ്പെസിഫിക് ഷേപ്പില്ല, പക്ഷെ ഒരു വോളിയം മാത്രമേ ഉള്ളൂ.
ഫൈനൈറ്റ് സൈസോ ഷേപ്പോ ഉള്ള ഒരാളെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. സോ അവർക്ക് വോളിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വർക്ക് ഇസ് ഗിവൺ ആസ് പി ഡെൽറ്റ വി. വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്, വെലോസിറ്റി അല്ല. പലരും തെറ്റിക്കുന്ന ഒരു പദമാണ്. തെർമോഡൈനാമിക്സിൽ വെലോസിറ്റി എന്നുള്ള പദം നമുക്ക് ആവശ്യമില്ല, നമ്മൾ വോളിയമാണ് ഉപയോഗിക്കുന്നത്. പി പ്രഷർ. കിട്ടിയല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പദങ്ങൾ? 2 കാര്യം പറഞ്ഞു. ഒന്ന് ഡെൽറ്റ ക്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. മറ്റൊരു പദം ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. കിട്ടിയോ? നമുക്കറിയാം ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. മാത്രവുമല്ല വർക്ക് ഡണ്ണിനൊരു പുതിയ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, പി ഡെൽറ്റ വി. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ. അപ്പോൾ ഇത് അതിൻ്റെ പിക്ചറാണെന്ന് ഞാൻ പറഞ്ഞു. വി എന്താണ്? ചേഞ്ച് ഇൻ വോളിയം. പി എന്താണ്? പ്രഷർ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഡെൽറ്റ ക്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് എഴുതി. പി ഡെൽറ്റ വി നമ്മൾ എന്തിന് പകരം എഴുതിയത്? അറിയാലോ, വർക്കിന് പകരമാണ്. അപ്പോൾ ഫസ്റ്റ് ലോയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ലോയാണ്. എന്താണ് ഫസ്റ്റ് ലോ? ഹീറ്റ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് വർക്ക്. വർക്കിന് പി ഡെൽറ്റ വി എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നത് പ്രഷറിനല്ല, വോള്യത്തിനാണ്. ശ്രദ്ധിക്കണം, പി ഡെൽറ്റ വി. ഡെൽറ്റ വി അതായത് വോള്യം ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുക. ഇനി നോക്കൂ, ഇവിടെ വോള്യം ചേഞ്ച് ചെയ്യുന്നൊന്ന് നോക്കിയേ എങ്ങനെയാണ്? ഹീറ്റ് കൊടുക്കുന്നു, പിസ്റ്റൺ പുറത്തേക്ക് തള്ളുന്നു. ഹീറ്റ് ഓഫ് ചെയ്യുന്നു, പിസ്റ്റൺ തന്നാലെ ഉള്ളിലേക്ക് വരുന്നു. ഇങ്ങനെ ഈ പിസ്റ്റൺ പുറത്തേക്കും അകത്തേക്കും മൂവ് ചെയ്യുമ്പോൾ ആ പിസ്റ്റണിൻ്റെ ചലനം, പിസ്റ്റൺ ഒരു ആക്സിലേക്ക് കണക്റ്റഡ് ആണ്. ഈ ആക്സിൽ നിന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഒരു ചക്രം കറങ്ങുകയാണ്. ഈ പിസ്റ്റൺ ഉപയോഗിച്ച് നമ്മൾ കൈ കൊണ്ടൊരു ചക്രം കറക്കുന്നതിന് പകരം നമ്മുടെ കൈ ഈ പിസ്റ്റണോട് കണക്ട് ചെയ്താണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ കൈയാണിത്. ഇത് നമ്മുടെ കൈയായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ കൈ നമ്മൾ എഫേർട്ട് എടുത്ത് കറക്കുന്നതിന് പകരം ഒരാൾ നമ്മുടെ കൈയെ പിടിച്ച് സ്വയമേവ കറക്കുകയാണ്. അപ്പം നമുക്ക് ആയം വരുന്നില്ല, കാരണം പുറത്തൊരാൾ നമ്മുടെ കയ്യിൽ സ്വയം ഇരുന്ന് കറക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താ ഇവിടെ സംഭവിച്ചത്? ഇതാണ് നമ്മുടെ ഡെൽറ്റ ക്യൂ. ഇതാണ് നമ്മുടെ ഇക്വേഷനിലെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഭാഗമാണിത്. മനസ്സിലായോ? ഡെൽറ്റ ക്യൂ അതിൻ്റെ ചിത്രരൂപമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് ഡെൽറ്റ ക്യൂ. ഇതിന് പറയുന്ന പേര് ഡെൽറ്റ യു. എന്താ ഡെൽറ്റ യു? ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി. ഈ പിസ്റ്റൺ പുറത്തേക്കും ഉള്ളിലേക്കും പോകണമെങ്കിൽ ഈ പിസ്റ്റണിൻ്റെ മുകളിൽ ഈ ഇൻറ്റേർണൽ എനർജി കൂടിയ മോളിക്യൂൾസ് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ആ പ്രഷറിൻ്റെ ഫലമായിട്ട് ഇത് പുറത്തേക്ക് തള്ളുകയും അകത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. പുഷ് ആൻഡ് പുൾ. ഈ പിസ്റ്റൺ നടക്കുന്നത് പുഷും പുള്ളുമാണ്. പുഷ് ചെയ്യുന്നു, പിന്നെ ഹീറ്റില്ലാത്തപ്പോൾ അത് ഉള്ളിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ലിഫ്റ്റിലേക്ക് വരുമ്പോൾ, ലിഫ്റ്റിൽ ഉയർത്താനായിട്ട് ലിഫ്റ്റിൽ കയറുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഫോഴ്സ് മുകളിലേക്ക് പോകാൻ വേണം. തിരിച്ച് താഴേക്ക് വരാൻ അത്രത്തോളം ആവശ്യമില്ല. ഒരു കല്ല് മുകളിലേക്ക് ഇടാനല്ലേ ഉള്ളൂ ബുദ്ധിമുട്ട്. മുകളിലെത്തിയാൽ തന്നാലെ താഴോട്ട് വരില്ലേ എന്ന് പറയുന്നത് പോലെ ഹീറ്റ് കൊടുത്തിട്ട് ഈ പിസ്റ്റണെ നമ്മൾ പുറത്തോട്ട് തള്ളും. പിസ്റ്റൺ തന്നാലെ പുറത്തോട്ട് പോയിക്കോളും, കാരണം ഇവിടെ ഹീറ്റ് കൊണ്ട് ഈ മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടിയല്ലോ. ഇത് ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻറ്റേർണൽ എനർജി കുറയുന്നു, അത് ഉള്ളിലേക്ക് സ്വയമേവ വരുന്നു. അങ്ങനെ ഓരോ തവണ ഹീറ്റ് ചെയ്യുമ്പോഴും പിസ്റ്റൺ പുറത്തേക്ക്, ഹീറ്റ് ഒഴിവാക്കുമ്പോൾ അത് ഉള്ളിലേക്ക്. അപ്പോൾ അങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ദ പിസ്റ്റൺ കാരണം അത് സുഗമമായിട്ട് ഈ വീല് കറക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ മനസ്സിലായല്ലോ? എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ ക്യൂ. ഏതാ ഡെൽറ്റ ക്യൂ? ഇത്. ഏതാണ് ഡെൽറ്റ യു? ഇത്. ഏതാ വർക്ക്? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തിരിക്കുക എന്നുള്ളതാണ് വർക്ക്. ഇതാണ് വർക്ക്. പി ഡെൽറ്റ വി കൊണ്ടുണ്ടായ റിസൾട്ടാണ് വർക്ക് എന്ന് പറഞ്ഞാൽ. ഈ ചക്രം കറങ്ങുന്നു. എങ്ങനെ ചക്രം കറങ്ങുന്നത്? ഈ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ. അപ്പോൾ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം. വോളിയം കൂടുന്നു, കുറയുന്നു. എക്സ്പാൻഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, കംപ്രഷൻ. ഓരോ തവണ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും സിസ്റ്റത്തിൻ്റെ മുകളിൽ വർക്ക് നടക്കുന്നുണ്ട്, കംപ്രഷൻ നടക്കുമ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിൽ ഒരുപക്ഷെ വർക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും.
ഇവിടെ നമ്മൾ പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പം ഈ മോളിക്യൂൾസാണ് പിസ്റ്റണിൻ്റെ മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നത്. തിരിച്ച് കംപ്രസ് ചെയ്യുമ്പം പിസ്റ്റണാണ് മോളിക്യൂൾസിൻ്റെ മുകളിലോട്ട് എനർജി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്നത്, ഓർ പ്രഷർ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫോഴ്സ് എന്നുള്ള പദമല്ല, പ്രഷർ എന്നുള്ള പദമാണ് ഉപയോഗിക്കുക. ഇപ്പോൾ വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം, ബൈ ദ സിസ്റ്റം, ഇങ്ങനത്തെ 2 വാക്കും കൂടെ നമുക്ക് ആവശ്യം വരും. കാർനോട്ട് സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആ പദമുണ്ട്, വർക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് അപ്പോൾ വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ ഈ ഇക്വേഷൻ്റെ ചിത്രീകരണം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.